കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ശക്തമേറിയ പ്രാർത്ഥനയിൽ, ദൈവത്തോടുള്ള നിലവിളിയിൽ, ഐക്യമത്യത്തിലുള്ള പ്രാർത്ഥനയിൽ ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളും ഉടഞ്ഞു പോകും. നാളിതുവരെ വെല്ലുവിളിച്ച, നാളിതുവരെ നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ നാശം കൊയ്യുമെന്ന് പറഞ്ഞ് ഇല്ലായ്മ ചെയ്യുവാൻ വെല്ലുവിളിച്ച ശത്രുവിൻ്റെ സകല പദ്ധതികളെയും സകല പ്രതീക്ഷകളെയും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ നിലവിളികൾ കൊണ്ടും ദൈവം അകറ്റിമാറ്റുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. അപ്പോൾ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന, പ്രിയരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഏതു വിധമാണ് എന്ന് നാം പരിശോധന നടത്തിയിട്ടുണ്ടോ? പലപ്പോഴും വലിയ ഭാരങ്ങളും വലിയ വേദനകളും വലിയ സങ്കടങ്ങളും ഉള്ളി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ പിറകിൽ നമ്മൾ നിരാശയോടെയാണ് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. നമ്മൾ വേദനയോടാണ്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് എന്നെ കേൾക്കുന്നവർ? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അങ്ങയുടെ പ്രാർത്ഥനയിലുള്ള മറുപടി എന്ന് പറയുന്നത് ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളും അങ്ങയുടെ ഉയർച്ചയ്ക്കു നേരെ, അങ്ങയുടെ തലമുറയുടെ ഉയർച്ചയ്ക്കു നേരെ, കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കു നേരെ, സാമ്പത്തിക ഭദ്രതയുടെ ഉയർച്ചയ്ക്കു നേരെ, മുൻപോട്ടുള്ള ഗമനത്തിൻ്റെ ഉയർച്ചയ്ക്ക് നേരെ, ഏതൊക്കെ നിലയിൽ ശത്രു തകർക്കുവാനുള്ള പ്രതീക്ഷകളുമായി ആഞ്ഞടുത്തു വെല്ലുവിളികൾ ഉയർത്തി വന്നിട്ടുണ്ടോ, അതിനെയെല്ലാം തച്ചുടയ്ക്കുന്ന, താറുമാറാക്കി കളയുന്ന ദൈവിക പ്രവൃത്തി വെളിപ്പെടും താങ്കളുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയിൽ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് സ്തോത്ര ലേഖനങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് അനേക വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉറ്റിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ തടവിലാക്കിയ സമയത്ത് പൗലോസും ശീലാസും പാടി സ്തുതിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഒട്ടനവധി സ്ഥലത്ത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയുടെ മൂല്യം. ഇവിടെ പഠിക്കുന്നത് സ്തോത്രം ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. നാളിതുവരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പ്രാർത്ഥനാ റൂമിൽ പലവിധ ചിന്തകളുമായി, വിചാരങ്ങളുമായി, അതേ ഇന്നലകളിൽ നടന്നതും സ്തോത്രം എൻ്റെ ജീവിതത്തിൽ ഇനി നടക്കുമോ എന്നുള്ള വേവലാതിയിലും, അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഭാരത്തിലുമൊക്കെ വിചാരങ്ങളിൽ ചിന്താകുലരായി പ്രാർത്ഥിക്കുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളെയും എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി താങ്കൾക്ക് വേണ്ടി വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. അവിടെ ശത്രുവിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന യാക്കോബിൻ്റെ തല വെട്ടിക്കളഞ്ഞു. പത്രോസിന് വേണ്ടി മരണം വെയിറ്റ് ചെയ്യുന്നത് തൻ്റെ ചെവിയിൽ കേൾപ്പിക്കുകയും തന്നെ കാണിക്കുകയും ചെയ്യുകയാണ്. ചില ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന, നിന്റെ സ്ഥിതി ഇതാകുമെന്ന് പറയുന്ന ശത്രുവിൻ്റെ ചില അജണ്ടകളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആ വചനത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം ഇല്ലായ്മ ചെയ്യുമെന്ന് ഭയപ്പെടുത്തുകയും ചില കാഴ്ചകൾ കാണിച്ച്, ചില കേൾവികൾ, വെല്ലുവിളികൾ കേൾപ്പിച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന്,
ചില ഹിഡൻ അജണ്ടകൾ ഒരുക്കിയിരിക്കുന്ന ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളെയും എടുത്തു മാറ്റുന്ന പ്രാർത്ഥന, സ്തോത്രം, ഇന്ന് ഈ സമയത്ത് ഉയരുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിനെ തലവെട്ടിക്കളഞ്ഞതും യാക്കോബിനെ കൊന്നതും സ്തോത്രം, പത്രോസിനെ കൊല്ലുവാനായിട്ട് നോക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത സമയങ്ങളിൽ പത്രോസിനെ എന്തു ചെയ്യും? തലവെട്ടും, അല്ലെങ്കിൽ പത്രോസിനെ കൊന്നുകളയും. അത് യാക്കോബിനെ കൊന്നത് പത്രോസിനെ അറിയിച്ചും മറ്റ് ഇതര സ്തോത്രം സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിലെല്ലാം അറിയിച്ചു. അവർ വേദനയോടെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണം. യാക്കോബിനെ കൊന്നു എന്നറിഞ്ഞിട്ടും തലവെട്ടിക്കളഞ്ഞു എന്നറിഞ്ഞിട്ടും സ്തോത്രം അടുത്ത സമയത്തും സഭാശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആണ് താങ്കളെങ്കിൽ താങ്കളുടെ നേരെ ഉന്നയിക്കുന്ന, താങ്കളുടെ കുടുംബത്തിൻ്റെ നേരെ സ്തോത്രം ഉയർത്തിക്കൊണ്ടുവരുന്ന, താങ്കളുടെ ഉയർച്ചയ്ക്കു നേരെ ഒരുക്കി വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളെയും എടുത്തുമാറ്റി ദൈവിക പ്രവൃത്തി താങ്കൾക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലതും കണ്ണുവെച്ച് പേടിപ്പിക്കാൻ നോക്കിയ, പക്ഷെ പത്രോസിൻ്റെ അവിടുത്തെ സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അവിടെ പത്രോസ് തടവറയിൽ കിടന്നുറങ്ങുകയാണ്. കർത്താവിന് സ്തോത്രം. തല വെട്ടുമെന്ന് അറിഞ്ഞിട്ടും കൊന്നു കളയുമെന്ന് അറിഞ്ഞിട്ടും പത്രോസ് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവം കൊടുത്ത വാഗ്ദത്തവുമായിട്ടുള്ള തൻ്റെ കണക്ഷനാണ്. ഇന്ന് എൻ്റെ ഈ സന്ദേശം പറയുമ്പോൾ അതേ ഒരു പ്രവചന ശബ്ദമായി ഞാൻ പ്രിയമുള്ളവരോട് കൈമാറുന്നു. താങ്കൾ കേൾക്കപ്പെട്ട പ്രവചന ശബ്ദങ്ങൾ, താങ്കൾ പ്രാർത്ഥനാ റൂമിൽ താങ്കളോട് ദൈവം സംസാരിച്ച ദൈവശബ്ദങ്ങൾ അവിശ്വസിക്കുന്ന നിലയിൽ താങ്കൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പത്രോസ് ഇവിടെ തല വെട്ടിക്കളയുമെന്നും കൊന്നുകളയുമെന്നും വെല്ലുവിളി ഉയർത്തുന്ന ഹെരോദാവിൻ്റെയും ശത്രുവിൻ്റെയും സകല പ്രതീക്ഷകളെയും കേട്ടിട്ടും അറിഞ്ഞിട്ടും ആ കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ പത്രോസ് ദൈവത്തെ സ്തോത്രം കർത്താവിനെ അവിശ്വസിക്കുന്നില്ല. അതാണ് അതിനകത്തെ കാരണം. ഇന്ന് ഈ സന്ദേശം പറയുമ്പോഴും അവിശ്വാസം ഉളവാക്കിപ്പിക്കുന്ന, അവിശ്വാസം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വെല്ലുവിളികളും ഭീതിപ്പെടുത്തലുകളും ചില സ്തോത്ര വിഷയങ്ങളെ കണ്ണിൻ മുൻപിൽ കാണിച്ച് ചെവിയിൽ കേൾപ്പിച്ച് ഭാരപ്പെടുത്തി ഭയപ്പെടുത്തി ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത മേഖലകളിലുള്ള ചില വിഷയങ്ങളെ പരിശുദ്ധാത്മ പറയുന്നു, അവിശ്വസിക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയ താങ്കളെ വഴിയിൽ ഉപേക്ഷിക്കാത്ത നല്ലൊരു കർത്താവുണ്ട്. അതുകൊണ്ട് ദൈവമുഖത്തേക്ക് തന്നെ നോക്കുക. പത്രോസ് ഇവിടെ കിടന്നുറങ്ങുകയാ. ചോദിക്കാം പത്രോസിനോട്, പത്രോസേ, ഇത്രയും വലിയൊരു കാര്യം അവിടെ സംഭവിച്ചിട്ട് നാളെ താങ്കളുടെ ലൈഫിൽ വലിയൊരു സംഭവം അല്ലെങ്കിൽ മരണമെന്ന 3 അക്ഷരം തൻ്റെ ലൈഫിലും നടക്കാൻ പോകുവാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഉറങ്ങുന്നു? പത്രോസ് നമ്മളോട് പറയും, എനിക്കുറങ്ങാൻ ഒരു കാര്യം ഉണ്ട്. ഞാൻ ഈ ഉറങ്ങുന്നതിൻ്റെ പിന്നിൽ എൻ്റെ മേലൊരു പ്രവചന ശബ്ദമുണ്ട്, എൻ്റെ മേലൊരു നിയോഗമുണ്ട്, എൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. അതേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ വളരെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ സന്ദേശം ഞാൻ കൈമാറുന്നു. താങ്കളുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങളെ കാണിച്ച്, താങ്കളുടെ കുടുംബത്തിൽ താങ്കൾ അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ച് സ്തോത്രം കൊന്നുകളയുമെന്നും ഇല്ലായ്മ ചെയ്തു കളയുമെന്നും നാശപ്പെടുത്തി കളയുമെന്നും വെല്ലുവിളികൾ ഉയർത്തുന്ന ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളെയും നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ? വഴിയിൽ ഉപേക്ഷിക്കത്തില്ല. എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കരുത്തുള്ളവനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസ് പറയും, അതെ, എൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ഇന്ന് എന്നോട് ചേർന്ന് പറയാൻ കഴിയുമോ? എൻ്റെ മേലുള്ള ദൈവിക നിയോഗത്തെ തച്ചുടയ്ക്കുവാൻ, എൻ്റെ മേലുള്ള ദൈവിക വിളിയെ, ദൈവിക പ്രവചന ശബ്ദങ്ങളെ മാറ്റിമറിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സർവ്വശ്രദ്ധയോടെ ഈ മിനിറ്റ് തൊട്ട് ശ്രദ്ധയോടെ പ്രാർത്ഥനാ റൂമിൽ കയറി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ശത്രുവിൻ്റെ സകല പ്രതീക്ഷകളും തകരും. താങ്കളുടെ കുടുംബത്തിൻ്റെ നേരെയും തലമുറകൾക്ക് നേരെയും
സ്തോത്രം, ആത്മീക ഭൗതിക ലൈഫിന് നേരെയും ഉയർത്തുന്ന സകല പ്രതീക്ഷകളെയും ഇല്ലായ്മ ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തിയും അവിടെ ചലിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് വളരെ വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.